ദൈവ- ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകാൽ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് എന്ന ഈ ഒരു അസോസിയേഷനിൽ എനിക്കും ഭാഗവാക്കാകുവാനും ദൈവം എന്നെ സഹായിച്ച കൃപയ്ക്ക് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. പ്രത്യേകാൽ എന്നെ ഈ ഒരു മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ സൂസൻ ആൻറ്റിയോടും ഉള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. അതിന് മുഖാന്തരമായി തീർന്ന ലാലി ആൻറ്റി പറഞ്ഞ പോലെ ഞാൻ ഹൈദരാബാദിൽ പോയപ്പോഴാണ് ആ ചർച്ചിൽ വെച്ചിട്ടാണ് ഞാൻ ആൻറ്റിയെ കണ്ടത്. പ്രത്യേകാൽ ആൻറ്റിയോടും ഉള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ മകനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ ആത്മാവിന്റെ നിറവോടെ അവൻ ആ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. വീണ്ടും ദൈവനാമത്തിന് വേണ്ടി അനേക ഇടങ്ങളിൽ ആ പൈതലിനെ ദൈവം അയക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആൻറ്റി പറഞ്ഞതുപോലെ ഞാൻ ഒരു ദേവദാസന്റെ മകളാണ്. എൻ്റെ പപ്പയും മമ്മിയും ദൈവത്തിന്റെ വേലയോട് അനുബന്ധിച്ച് ആയിരിക്കുന്നു. കൊട്ടാരക്കര സെക്ഷനിലുള്ള കലൈപുരം അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലെ പാസ്റ്ററാണ് എൻ്റെ പപ്പ. എനിക്കൊരു സഹോദരിയുണ്ട്. അവള് ലൈക്ക് സെറ്റിൽഡ് ആണ്, ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ്. ഞാൻ MSW കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് ആയിരിക്കുന്നു. പ്രത്യേകാൽ തുടർന്നുള്ള സമയം ഈ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുമ്പോൾ ദൈവം എന്നെ ശക്തിയാക്കേണ്ടതിന് എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിച്ചുകൊള്ളുന്നു. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് ആൻറ്റി എത്ര ടൈം വരെയാ? 7, 5, 7, 10 വരെ. ഓക്കെ. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് ഏവർക്കും എബ്രായ ലേഖനം അതിന്റെ 1-ാം അധ്യായം 3-ഉം 4-ഉം വാക്യങ്ങൾ വായിക്കാം. എബ്രായ ലേഖനം അതിന്റെ 1-ാം അധ്യായം 3-ഉം 4-ഉം വാക്യങ്ങൾ. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ആമേൻ. ഇന്ന് നാം വായിച്ചു കേട്ട ഈ ഒരു വേദഭാഗം എബ്രായ ലേഖന കർത്താവ് ജനത്തോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചത്. മറ്റ് ലേഖനങ്ങളെ പോലല്ല എബ്രായ ലേഖനം എഴുതിയത് ആരാണെന്നോ അല്ലെങ്കിൽ അത് ആർക്ക് എഴുതിയെന്നോ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഈ എബ്രായ ലേഖനം എഴുതിയത് പൗലോസ് ആണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അങ്ങനെ അല്ലാതെ അപ്പല്ലോസ് ആണ് എഴുതിയതെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ബർന്നബാസ് ആണ് എഴുതിയതെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ കൂടുതലായും പൗലോസ് ആണ് ഈ ലേഖനം എഴുതിയതെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് കൂടുതലായും. അതുപോലെ തന്നെ ഈ ലേഖനം ആർക്ക് എഴുതിയെന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. മറ്റ് ലേഖനങ്ങളൊക്കെ നാം എടുത്തു നോക്കിയാൽ പൗലോസ് ഇന്ന വ്യക്തിക്ക് എഴുതുന്നത്, അല്ലെങ്കിൽ ഇന്ന സഭയ്ക്ക് എഴുതുന്നത്, അല്ലെങ്കിൽ ഇന്നൊരു ദേശത്തിന് എഴുതുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. തീമത്യോസിന്റെ ലേഖനമൊക്കെ കാണുമ്പോൾ പൗലോസ് നിജപുത്രനായ തീമത്യോസിന് എഴുതുന്നു. അങ്ങനെ ആർക്ക് എഴുതുന്നു എന്നുള്ളതിനെ പറ്റി കാണുന്നുണ്ട്. പക്ഷെ ഈ എബ്രായ ലേഖനം നാം നോക്കുമ്പോൾ മറ്റ് ലേഖനങ്ങളെ പോലെ അല്ല. ഈ ലേഖനം ആർക്ക് എഴുതുന്നെന്നോ ആര് എഴുതിയെന്നോ ഇവിടെ വ്യക്തമാകുന്നില്ല. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് ഈ ഒരു ലേഖനത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നുമില്ല. ഈ ലേഖനം നാം എടുത്തു നോക്കുമ്പോൾ ഈ ലേഖനത്തിന്റെ പ്രധാനമായ ഒരു തീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഇതിന്റെ 1-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെ യേശു ക്രിസ്തുവിനെ നോക്കുവാനും അവിടുത്തെ ശക്തി എന്തോരമാണെന്നും അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ശ്രേഷ്ഠത എന്തുമാത്രമാണെന്നും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായ അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠതയെ കുറിച്ച് വിളിച്ചറിയിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഈ ലേഖനം ഇറ്റലിക്കാണ് എഴുതിയെന്നുള്ള ഒരു അഭിപ്രായവും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ ലേഖനം വായിച്ചു നോക്കുമ്പോൾ. പക്ഷെ ഇത് ആർക്ക് എഴുതി എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകുവാൻ കഴിയുന്നില്ലെങ്കിലും ഇന്നും വായിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും, ഇന്ന് നാം ഉൾപ്പെടെ ഈ ലോകത്ത് വായിക്കുന്ന അനേകർക്ക് വളരെ അനുഗ്രഹമാക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഈ ലേഖനത്തിനെ നാം എടുത്തു നോക്കുമ്പോൾ കൂടുതലായും മറ്റു കാര്യങ്ങളൊന്നും പറയാതെ യേശു ക്രിസ്തുവിന്റെ ആ ശ്രേഷ്ഠതയെ പറ്റി നാം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. യേശു ക്രിസ്തുവിന്റെ ആ ഒരു മഹാപുരോഹിതനാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിനെ പറ്റിയും, അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ഒരു ശ്രേഷ്ഠതയും യേശു ക്രിസ്തുവിനെ
കുറിച്ചുള്ള അനേക വെളിപ്പാടുകളും വെളിപ്പെടുത്തിയിട്ടുള്ള പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു ലേഖനമാണ് ഈ എബ്രായ ലേഖനം എന്ന് പറയുന്നത്. അതിന്റെ 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നു. 2-ാം അധ്യായത്തിൽ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്ന് പറയുന്നു. 3-ാം അധ്യായത്തിൽ ക്രിസ്തു വലിയ മഹാപുരോഹിതനായി നമുക്ക് കാണുവാൻ കഴിയുന്നു. 4-ാം അധ്യായത്തിൽ ക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന ഒരു അവസരത്തെ പറ്റി നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഈ ലേഖനത്തിന്റെ മുഴുവനിടെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ പോയിന്റ് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് മുഴുവനുമായി യേശു ക്രിസ്തുവിനെയാണ്. ഇനി നാം ഈ ലേഖനത്തിൽ ഈ വായിച്ച ഈ ഒരു വാക്യം, ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നാം ഈ വായിച്ച വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടെ നോക്കുമ്പോൾ അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു ലേഖനത്തിന്റെ തീം ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വരികയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് തുടക്കം മുതൽ 1-ാം വാക്യം മുതൽ തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. പിതാവ്, അതായത് പിതാവായ ദൈവം പണ്ട് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർക്ക് അവരോട് സംസാരിച്ചിരുന്നത് പ്രവാചകന്മാരിൽ കൂടെയാണ്. നമുക്കറിയാം, മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചു, ശമൂവേൽ പ്രവാചകൻ കൂടെ സംസാരിച്ചു, നാഥാൻ പ്രവാചകനിൽ കൂടെ സംസാരിച്ചപ്പോൾ അനേക പ്രവാചകന്മാരിൽ കൂടെയാണ് ദൈവം ജനത്തോട് അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരോട് പഴയ നിയമ കാലഘട്ടങ്ങളിൽ സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്നെന്ന് പറയുമ്പോൾ ഈ വായിക്കുന്ന നാം ഉൾപ്പെടെ ഇന്ന് ദൈവം സംസാരിക്കുന്നത് തന്റെ പുത്രനിൽ കൂടെയാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നു പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മോട് എന്ന് പറയുമ്പോൾ ഇത് ആരെയാണോ ആർക്കാണോ ഇത് എഴുതുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവർക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ഈ വായിക്കുന്ന എല്ലാവരോടും പറയുകയാണ്, നിങ്ങളോട് ഇപ്പോൾ ദൈവം സംസാരിക്കുന്നത് യേശു ക്രിസ്തു മുഖാന്തരമാണ്. ഇവിടെ പറയുന്നു നമ്മോട് അരുളി ചെയ്യുന്നത്. അപ്പോൾ ഈ നാം ആരാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വേണം. നാം ആരായിരുന്നു എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. നാം ആരാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വേണം. നാം ആരാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ആഴമായ ഒരു തിരിച്ചറിവ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ കർത്താവ് നമ്മളെ എങ്ങനെ അല്ലെങ്കിൽ നാം ആരായിരുന്നു എന്ന് നാം മനസ്സിലാക്കും. കർത്താവ് നമ്മെ എങ്ങനെ സ്നേഹിച്ചു എന്നും നാം മനസ്സിലാക്കും. നാം ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു പക്ഷെ ഒറ്റ വാക്കിൽ നമുക്ക് പറയുവാൻ കഴിയും, നാം ദൈവമക്കളാണെന്ന്. എന്നാൽ നാം ആരായിരുന്നു എന്നതിനെ പറ്റി വചനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതലായി പറഞ്ഞിരിക്കുന്നത് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നാം ആരായിരുന്നു എന്നതിനെ കുറിച്ച് വളരെ ആഴമായി പറഞ്ഞിരിക്കുന്നു. അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്കത് കാണുവാനും കഴിയും. അതിക്രമങ്ങൾ ഇവിടെ ഞാൻ ഈ 1 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ ഒരു 9 കാര്യം നാം ആരായിരുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു 9 കാര്യം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നാം. അത് 1-ാം വാക്യത്തിൽ പറയുന്നു. 2-ാം വാക്യത്തിൽ പറയുന്നു, അനുസരണക്കേടിന്റെ മക്കളായിരുന്നു നാം. 3-ാം വാക്യത്തിൽ പറയുന്നു, ജഡത്തിൽ ജീവിച്ചവരായിരുന്നു നാം. അതുപോലെ തന്നെ കോപത്തിന്റെ മക്കളായിരുന്നു നാം. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം ജാതികളായിരുന്നു. 12-ാം വാക്യത്തിൽ പറയുന്നു, ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധമില്ലാത്തവരായിരുന്നു. വാഗ്ദത്തത്തിന്റെ നിയമങ്ങളോട് അനന്യരായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൽ നിന്ന് ദൂരസ്ഥരായിരുന്നു. ആ 12-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചാൽ, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അനന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. അപ്പോൾ ഇവിടെ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് നമ്മെ ഓർപ്പിക്കുവാണ്, നാം ആരായിരുന്നു, നാം എന്തൊക്കെയോ ആണെന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിച്ചാൽ നാം ഒന്ന് പുറകോട്ട് നാം തിരിഞ്ഞു നോക്കണം. നാം ആരായിരുന്നു? നാം ദൈവത്തോട് അകന്നവരായിരുന്നു. നാം അതിക്രമങ്ങളാലും പാപത്താലും മരിച്ചവരായിരുന്നു.
നാം പ്രത്യാശയില്ലാതെ ജീവിച്ചവരായിരുന്നു, നാം ദൈവമില്ലാതെ ജീവിച്ചവരായിരുന്നു, ആ നിത്യമരണത്തിലേക്ക് തള്ളപ്പെട്ടു പോകേണ്ടിയവരായിരുന്നു നാം. ഒരു പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ തോന്നുവാണ്, ഞാൻ ആരൊക്കെയോ ആണെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലേഖനത്തിൽ കൂടെ, ഈ ഒരു അധ്യായത്തിൽ കൂടെ കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ്, നാം ഒരു കാലത്ത് നാം ഒന്നുമല്ലാത്തവരെ പോലെ, ഒരു കണ്ണിനും ദയ തോന്നാത്തവരെ പോലെ കിടന്നവരായിരുന്നു നാം. പാപത്തിലേക്ക് വീണ് ആണ്ടുപോയവരായിരുന്നു നാം. അല്ല, മരണത്തിലേക്ക്, ആ പാപ മുഖാന്തരമുള്ള നിത്യമരണത്തിന് അഗ്നിക്കിരയായി തീരേണ്ടിയവരായിരുന്നു നാം. പക്ഷെ ആ നമ്മെ കരുണാസമ്പന്നനായ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. അങ്ങനെയായിരുന്നു നമ്മെ. എങ്ങനെയാണ് ദൈവം മാറ്റി ഇപ്പോഴുള്ള ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, ആ 2-ാം അധ്യായം തന്നെ 4-ാം വാക്യത്തിൽ പറയുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നാം ആരൊക്കെയോ ആണെന്ന് നാം ചിന്തിച്ചാൽ നാം ഓർക്കേണ്ടത്, മരിക്കേണ്ടിയവരായിരുന്ന നാം, പാപത്തിൽ നിൽക്കേണ്ടിയവരായ നമ്മെ ഇവിടെ എഴുതിയിരിക്കുന്നത്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. വെറും ഒരു സ്നേഹമല്ല, മനുഷ്യന്റെ സ്നേഹം പോലെയുള്ള സ്നേഹമല്ല, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം, അളക്കുവാൻ കഴിയുന്നതിലും അധികമായ സ്നേഹം നിമിത്തം, അവിടുത്തെ മഹാസ്നേഹം നിമിത്തം മാത്രമല്ല, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ തന്റെ കൃപയാൽ ദൈവം രക്ഷിച്ചു. അവിടുത്തെ സ്നേഹം നിമിത്തം തന്റെ കൃപയാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ച് കഴിവുകൾ കണ്ടിട്ടോ, അല്ല നമ്മുടെ എന്തൊക്കെയോ സ്വഭാവങ്ങൾ കണ്ടിട്ടോ, നാം ഇതൊക്കെ യോഗ്യരായിരുന്നത് കൊണ്ട് ഒന്നുമല്ല. കർത്താവ് കൃപ തോന്നി നമ്മെ രക്ഷിച്ചത് കൊണ്ട് നാം ഇന്ന് അവിടുത്തെ മക്കളായിരിക്കുന്നു. നമ്മുടെ എന്തെങ്കിലും സ്വഭാവം ഞാൻ എപ്പോഴും ഓർക്കും, എന്റെ കൂട്ടുകാരൊക്കെ എന്നേക്കാൾ എത്ര നല്ല ടാലന്റ് ഉള്ളവരാണ്, എത്ര കഴിവുള്ളവരാണ്, അവരൊക്കെ എത്ര പഠിക്കാൻ ഉന്നതിയിലുള്ളവരാണ്, അവരുടെയൊക്കെ പാരമ്പര്യം എത്ര നല്ലതാണ്. പക്ഷെ അവരെ ഒന്നും തിരഞ്ഞെടുക്കാതെ എന്റെ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത് അവിടുന്ന് എന്നോട് കാണിച്ച കരുണയാണ്, അവിടുന്ന് എന്നോട് കാണിച്ച സ്നേഹമാണ്, അവിടുന്ന് എന്നോട് കാണിച്ച കൃപയാണ്. നാം ഇന്ന് ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ നാം നമ്മോട് തന്നെ പറയട്ടെ, നമ്മോട് ദൈവം കാണിച്ച കൃപ, നമ്മോട് ദൈവം കാണിച്ച കരുണയാണ് നാം ഇന്ന് ഈ രക്ഷയുടെ അനുഭവത്തിലേക്കായിരിക്കുന്നത്. നാം മക്കളായത്, നാം അവകാശികൾ എന്ന ആ പേരിന് ഓഹരിക്കാരായത് ദൈവം നമ്മോട് കാണിച്ച കൃപയാണ്, കരുണയാണെന്ന് ഈ ലേഖനകർത്താവ് പറയുകയാണ്. നാം ആരായിരുന്നു എന്ന് നാം മനസ്സിലാക്കിയപ്പോൾ കൃപയാൽ ദൈവം നമ്മെ രക്ഷിച്ചു. ഇനി നാം ഇപ്പോൾ ആരാണ് എന്നുള്ളതും ആ അധ്യായത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു. അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ പൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ആമേൻ. അപ്പൊ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഇനി നാം അന്യരല്ല, ഇനി നാം ആ മരണത്തിലേക്ക് നീങ്ങിപ്പോണ്ടവരല്ല, ഇനി നാം ആ ഒരു പ്രത്യാശയില്ലാത്തവരല്ല. പക്ഷെ ഇപ്പോൾ നാം ആയിരിക്കുന്നതെന്ന സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഒന്ന് ആലോചിച്ച് നോക്കിയ, നമ്മുടെ ആ പദവി എത്ര ശ്രേഷ്ഠമാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ പറയുവാൻ പ്രത്യേകിച്ച് അഡ്രസ്സോ പ്രത്യേകിച്ച് വലിയ ഉന്നതികളോ ഒന്നും കാണത്തില്ല. പക്ഷെ ഇവിടെ ആ യേശു ക്രിസ്തു മുഖാന്തരം അവിടെ പറയുകയാണ്, ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. എത്ര വലിയ ഒരു ആഴമായ, അല്ലെങ്കിൽ എത്ര ശ്രേഷ്ഠമായ ഒരു അഡ്രസ്സാണ് നമ്മളെ കുറിച്ചുള്ളത്. നമുക്കൊരു പക്ഷേ ഈ ലോകത്തിൽ വലിയ പുകഴ്ചയും പ്രശംസയും പറയുവാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലായിരിക്കും. പക്ഷെ ആ ക്രിസ്തു നമ്മെ നോക്കി പറയുകയാണ്, നീ ദൈവത്തിന്റെ ഭവനക്കാരിയാണ്, നീ ദൈവത്തിന്റെ വകയാണ്, നീ ദൈവത്തിനുള്ളവളാണ്, നിന്റെ അഡ്രസ് ദൈവത്തിന്റെ കയ്യിലാണ്. നിനക്ക് പറയുവാൻ പ്രത്യേകിച്ച് അഡ്രസ് ഒന്നും ഇല്ലെങ്കിലും ദൈവം നിന്നെ നോക്കി പറയുകയാണ്, നീ ദൈവത്തിന്റെ ഭവനക്കാരിയാണ്. ഒരു നാൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിന്റെ മഹാസ്നേഹ നിമിത്തം കൃപയാൽ അവിടുത്തെ ഭവനത്തിന്, അവിടുത്തെ രാജ്യത്തിന് അവകാശികളാക്കി തീർത്തു. അപ്പോൾ ഇവിടെ പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ നാം ആരായിരുന്നു എന്നുള്ളതും നാം എങ്ങനെ ആ ദൈവമക്കളായി എന്നുള്ളതുമുള്ള ആ ഒരു വലിയ ബോധ്യം നമ്മെ ഭരിക്കട്ടെ. അപ്പോൾ പുത്രൻ മുഖാന്തരം നമ്മോട്, അതായത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അടുത്ത ഭാഗം പറയുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. 1-ാം ഭാഗം പറയുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. ആരെ? യേശു ക്രിസ്തുവിനെ. സകലത്തിനും അവകാശിയും അധികാരിയും നാം സേവിക്കുന്ന കർത്താവാണ്, മറ്റാരുമല്ല. നാം സേവിക്കുന്ന കർത്താവാണ്. അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നു, മറ്റൊരുവനിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരോട് നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ ഭൂമിയിൽ ശ്രേഷ്ഠമായത്, അത്യുന്നതമായ വേറൊരു
നാമവുമില്ല, വേറൊരു അധികാരിയുമില്ല. അധികാരികളുടെ മീതെ അധികാരിയായ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അവിടുത്തെ അവകാശത്തിന്റെ കീഴിലുള്ളതാണ് സകലവും. എന്ന് പറഞ്ഞാൽ നാം ഉൾപ്പെടെ ഈ ലോകത്തിലുള്ള സകല അധികാരികളും സകല രാജ്യവും സകലവും എത്ര അതോറിറ്റി എന്ന് പറഞ്ഞാലും സകലവും അവിടുത്തെ അവകാശത്തിന്റെ കീഴിലുള്ളതാണ്. അപ്പോൾ നാം സേവിക്കുന്ന ക്രിസ്തു സകലത്തിനും മീതെ അധികാരിയാണ്, അവിടുത്തെ അവകാശമാണ് നാം ഓരോരുത്തരും. അടുത്ത ഭാഗം പറയുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. യേശുക്രിസ്തുവിന്റെ ആരംഭം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ കൂടെയല്ല, മറിച്ച് ഈ ലോകത്തിന്റെ ആരംഭം മുതലേ കർത്താവുണ്ട്. ഈ ലോകത്തിൽ പിതാവായ ദൈവം തന്റെ വാക്കിനാൽ അരുളി ചെയ്യുമ്പോൾ പുത്രനുമുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവിന്റെ ആരംഭം കേവലം ഈ ഭൂമിയിൽ ആ ബേത്ലഹേമിൽ തുടങ്ങിയതല്ല, മറ്റുള്ളവർ പഠിപ്പിക്കുന്നത് പോലെ അങ്ങനെ തുടങ്ങുന്നതല്ല. യേശുക്രിസ്തു സകലത്തിന് മുൻപേ ആണ്. ഇവിടെ പറയുന്നത് എന്താണ്? അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു, സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും ഉണ്ടാക്കിയിരിക്കുന്നു. വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവനായിട്ടും അവൻ മുഖാന്തരവും ഉണ്ടാക്കിയിരിക്കുന്നു. ഈ ഭൂമിയിലുള്ള സകലവും അവൻ മുഖാന്തരം ഉണ്ടാക്കിയിരിക്കുന്നു. യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം അത് ജഡമായി ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. നാം സേവിക്കുന്ന കർത്താവ്, നാം ആരാധിക്കുന്ന യേശു ക്രിസ്തു, അവിടുന്ന് കേവലം ഒരു മനുഷ്യനല്ല, അവിടുന്ന് സകലത്തിനും മുൻപേ ഉള്ളവനാണ്. അവൻ സകലത്തിനും അധികാരിയാണ്. നാം അവിടുത്തെ അവകാശികളാണ്. നാം അവിടുത്തെ ആരാധിക്കുന്നവനാണ്. നാം യേശു കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കേണ്ട ചിന്ത എന്നുള്ളത്, നമ്മുടെ കർത്താവ് സകലത്തെയും ഉണ്ടാക്കിയവനും സകലവും അവൻ മുഖാന്തരം ഉളവായതും സകലത്തിനും മീതെ അധികാരിയുമായ ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. അങ്ങനെ ആ ഒരു ഭാഗം പറഞ്ഞു വന്നിട്ട് ലേഖനകർത്താവ് പിന്നീടാണ് നാം വായിച്ച ആ 3-ാം വാക്യത്തിലും 3-4 വാക്യങ്ങൾ പറയുന്നത്. ഇവിടെ പറയുന്നു, 3-ാം വാക്യം 3 തൊട്ട് ഒരിക്കൽ കൂടെ വായിക്കാമോ? അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയാലുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്തു. ആമേൻ. അപ്പൊ ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ ആഴത്തിൽ, അത് 2-3 വാക്കുകളാണെങ്കിലും വളരെ ആഴത്തിൽ അതിനെക്കുറിച്ച് യേശു കർത്താവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ 2 വാക്യങ്ങളിൽ പ്രധാനമായും 5 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ആദ്യം പറയാം. ഒന്നാമതായി അവിടെ പറഞ്ഞിരിക്കുന്നു, അവന്റെ തേജസ്സിന്റെ പ്രഭയും. അപ്പോൾ ഒന്നാമതായി യേശു കർത്താവ് ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ്. രണ്ടാമതായി തത്വത്തിന്റെ മുദ്ര. മൂന്നാമതായി സകലത്തെയും വഹിക്കുന്നവൻ. നാലാമതായി മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവൻ. അഞ്ചാമതായി ദൈവദൂതന്മാരെക്കാൾ വലിയവൻ. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, യേശു കർത്താവ് ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ്, തത്വത്തിന്റെ മുദ്രയാണ്, സകലത്തെയും വഹിക്കുന്നവനാണ്, മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നവനാണ്, ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ഇവിടെ അവസാനം പറഞ്ഞ ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് അവസാനം പറഞ്ഞ ആ ഒരു ഭാഗത്തിൽ നിന്ന് ഞാൻ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒന്നാമതായി യേശു കർത്താവ് ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. നാം വചനം പഠിക്കുമ്പോൾ വചനത്തിൽ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിലൊക്കെ നോക്കുമ്പോൾ അത് കുറച്ചും കൂടെ വിവരിച്ചിട്ടുണ്ട്. പക്ഷെ വചനത്തിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന 2 ദൂതന്മാർ എന്ന് പറയുന്നത് മിഖായേൽ മാലാഖയും ഗബ്രിയേൽ മാലാഖയുമാണ്. നമുക്ക് വളരെ പരിചയമുള്ള ഭാഗങ്ങളാണ് അതൊക്കെ. ഗബ്രിയേൽ മാലാഖ എന്ന് പറയുമ്പോൾ ഗബ്രിയേൽ മാലാഖയെ ഉത്തരവാദിത്തപ്പെടുത്തി, അല്ലെങ്കിൽ ഗബ്രിയേൽ മാലാഖയുടെ ആ റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ഒരു മെസ്സഞ്ചർ എന്നുള്ള, അല്ലെങ്കിൽ ദൂത് കൈമാറുന്ന, അല്ലെങ്കിൽ ദൂത് കൊണ്ടുവരുന്ന ഒരു മാലാഖ അല്ലെങ്കിൽ ഒരു ദൂതനായിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് സുവിശേഷത്തിൽ ആരംഭത്തിൽ കാണുവാൻ കഴിയുന്നത് മറിയയോട് വന്ന് ആ ഒരു ദൂത് കൈമാറി. അപ്പോൾ ആ ഒരു ദൂത് കൈമാറുന്നത് ഗബ്രിയേൽ മാലാഖയുടെ ഒരു ഡ്യൂട്ടി ആയിരുന്നു. അതുപോലെ തന്നെ മിഖായേൽ മാലാഖയെ പറ്റി നാം പഠിക്കുമ്പോൾ മിഖായേൽ മാലാഖയെ പറ്റി
പ്രധാന ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ യൂദയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് മോശയുടെ ആ ഒരു ശരീരത്തിന് വേണ്ടി മിഖായേൽ മാലാഖയാണ് വാദിക്കുന്നത്. അപ്പോൾ മിഖായേൽ മാലാഖയ്ക്കും ഒരു ഡ്യൂട്ടി കൊടുത്താണ് ആക്കിയിരിക്കുന്നത്. അതുപോലെ പ്രധാന ദൂതൻ, അതാണ് നാം തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത്, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും എന്ന് പറയുന്നത്. അപ്പോൾ മിഖായേൽ മാലാഖി ആയിരിക്കുന്നത് പ്രധാന ദൂതൻ എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടാണ്. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു ദൂതനല്ല, ഒരു മാലാഖയല്ല. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്ത് അവിടെ ആക്കിയിരിക്കുകയല്ല. യേശു ക്രിസ്തു ഒരു മാലാഖയോ ഒരു ദൂതനോ ഒരു പ്രവാചകൻ അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നവനല്ല. യേശു കർത്താവ് എന്ന് പറയുന്നത് ഇതിലൊക്കെ മീതെയാണ്, സകലത്തിനും മീതെയാണ്. ഇവിടെ പറയുന്ന ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് നാം സേവിക്കുന്നവനായ കർത്താവ്. യേശു കർത്താവ് ദൈവത്തിന്റെ പുത്രനാണ്. നാം മനസ്സിലാക്കേണ്ടത് യേശു കർത്താവ് ദൈവത്തിന്റെ പുത്രനല്ല എന്ന് പഠിപ്പിക്കുന്നവരും അങ്ങനെയല്ല എന്ന് വാദിക്കുന്ന അനേകരുണ്ട്, അനേക മതങ്ങളുണ്ട്, അനേക പഠിപ്പിക്കലുകളുണ്ട്. പക്ഷെ ഈ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു യേശു കർത്താവ് ദൈവത്തിന്റെ പുത്രനാണ്. അവിടുന്ന് രാജാക്കന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, രാജാതിരാജാവാണ്. അവിടുന്ന് അധികാരികളെക്കാൾ ശ്രേഷ്ഠനാണ്, അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, അവിടുന്ന് സകലരെക്കാളും സകലത്തിനേക്കാളും ശ്രേഷ്ഠനാണ്. അത് കർത്താവ് സാക്ഷ്യപ്പെടുന്നു, അത് ദൂതന്മാർ യേശു കർത്താവ് ദൈവപുത്രനാണെന്ന് യേശു കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, ദൂതന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു, അപ്പോസ്തലന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ നാം സേവിക്കുന്നവനായ കർത്താവ് കേവലം ഒരു ദൂതനോ ഒരു പ്രവാചകനോ എന്ന് മാത്രമല്ല, യേശു കർത്താവ് ദൈവത്തിന്റെ പുത്രനാണ്. അപ്പോൾ ഇവിടെ ഒന്നാമതായി പറയുന്നത് യേശു കർത്താവ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്ന്. അപ്പൊ ഈ ഒരു എബ്രായ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ മുഴുവനായി പറയുന്നത് തന്നെ യേശു കർത്താവ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ള ഒരു ഭാഗത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇതിന്റെ 8ഉം 9ഉം വാക്യങ്ങൾ നമുക്കത് കാണാൻ കഴിയും. 7 തൊട്ട് വായിക്കാമോ? അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കാൻ, ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായ നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ ലേഖന കർത്താവ് പറയുകയാണ്, ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നെ പുത്രനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എടുത്തു കാണിക്കുന്നത് യേശു കർത്താവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രവചനം ഇവിടെ ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ മിശിഹയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രവചനമാണ് ഇവിടെ ഈ ലേഖന കർത്താവ് എടുത്തു കാണിക്കുന്നത്. അതാണ് ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ എന്ന് പറഞ്ഞ് അവിടെ പറയുന്ന ആ ഭാഗം പഴയ നിയമത്തിൽ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് നമുക്ക് കാണുവാൻ കഴിയുന്നത് സങ്കീർത്തനം 45-ന്റെ 6ഉം 7ഉം വാക്യങ്ങളാണ്. സങ്കീർത്തനം 45-ന്റെ 6ഉം ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇതേ ഭാഗമാണ് എഴുതിയിരിക്കുന്നത്. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു, അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗം അല്ലെങ്കിൽ കാണുവാൻ കഴിയുന്നത് സങ്കീർത്തനം 45-ന്റെ 6ഉം 7ഉം വാക്യങ്ങളാണ്. ഇനി ഈ സങ്കീർത്തനം 45 നാം നോക്കുമ്പോൾ നാം ഒരു പക്ഷെ അനേക വിവാഹങ്ങൾക്ക് വായിച്ചു കേട്ടിട്ടുള്ള ഒരു ഭാഗമാണ് 45-ാം സങ്കീർത്തനം. പക്ഷെ ഈ സങ്കീർത്തനം നാം ആഴമായി പഠിച്ചാൽ ഇവിടെ യേശു ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ 45-ാം സങ്കീർത്തനം മുഴുവനുമായി യേശു കർത്താവിനെ പറ്റി അത് പ്രവചനത്തിൽ കൂടെ പറയുന്നതാണ്. ഈ ഒരു സങ്കീർത്തനം നാം ഓരോ വാക്യങ്ങളും വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും, അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. അപ്പോൾ എല്ലാ ജാതികൾ, ഭൂമിയിലുള്ള അനേക ജാതികൾ ഒരുമിച്ച് എന്നും എന്നേക്കും സ്തോത്രം ചെയ്യുന്ന നമ്മുടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ 45-ാം സങ്കീർത്തനത്തിൽ കൂടെ ഇത് എഴുതിയിരിക്കുന്നത് കോരഹ് പുത്രന്മാരാണ്.
പുത്രന്മാർ പറയുന്നു. അപ്പോൾ ഈ 45-ാം സങ്കീർത്തനം മുഴുവനും യേശു കർത്താവിനെ കുറിച്ചാണ്. ഇനി ഇതിന്റെ ആദ്യ വാക്യത്തിൽ പറയുന്നു, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. ഒന്ന് ഓർത്തു നോക്കിയേ, കോരഹ് പുത്രന്മാർ ഈ സങ്കീർത്തനങ്ങൾ ആലപിക്കുവാൻ ആ തൂലികയുമായി ഇരിക്കുമ്പോൾ ആ ഒരു യേശു കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചപ്പോൾ കോരഹ് പുത്രന്മാർ തുടക്കത്തിൽ തന്നെ ആദ്യം തന്നെ പറയുകയാണ്, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. യേശു കർത്താവിനെ കുറിച്ചുള്ള വലിയ വെളിപ്പാട് ലഭിച്ചപ്പോൾ, യേശു ക്രിസ്തുവിനെ അന്ന് വരെ കോരഹ് പുത്രന്മാർ കണ്ടിട്ടില്ല, ഒരുപക്ഷെ അറിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷെ അവർ ആ ഒരു ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന ആ ഒരു തൂലിക എടുത്ത് എഴുതുവാൻ തുടങ്ങുമ്പോൾ യേശു കർത്താവിനെ കുറിച്ചുള്ള വലിയ വെളിപ്പാട് അവരുടെ ഹൃദയങ്ങളിലേക്ക്, അവരുടെ മനസ്സുകളിലേക്ക് എത്തുമ്പോൾ ആ ഒരു വെളിപ്പാടിൽ നിന്നുകൊണ്ട് കോരഹ് പുത്രന്മാർ പറയുകയാണ്, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞതുപോലെ നാം ഒക്കെ ജഡത്തിൽ സഞ്ചരിച്ചവരായ നമ്മെ തിരഞ്ഞെടുത്ത് ഇവിടേക്ക് ഈ വെളിപ്പാട് നമുക്ക് നൽകി തന്നപ്പോൾ നാമും ഈ വെളിപ്പാടിനെ കണ്ടുകൊണ്ട് ആ യേശു ക്രിസ്തു എന്ന വലിയ വെളിപ്പാട്, ആ ഒരു മർമ്മം, അല്ലെങ്കിൽ ആ ഒരു ദൈവപുത്രൻ എന്നുള്ള ആ ഒരു വലിയ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞപ്പോൾ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് നാം അനുഭവിക്കുമ്പോൾ നമുക്ക് ഉയരത്തിലേക്ക് നോക്കി കർത്താവിനെ നോക്കി പറയുവാൻ കഴിയും, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് ലഭിക്കാതെ യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകനാണ്, ദൂതനാണെന്നൊക്കെ പറഞ്ഞ് അനേകർ മാറി നിൽക്കുമ്പോൾ ഈ വെളിപ്പാട് ലഭിച്ച നാം ഓരോരുത്തരും ആ സ്വർഗത്തിലേക്ക് ഉയർത്തി, നമ്മുടെ കണ്ണുകളെ ആ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പറയുവാൻ കഴിയണം, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്തുകൊണ്ട്? ആ രാജാവിനെ വിടുവിച്ചത് കൊണ്ട്, ആ രാജാവ് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നതുകൊണ്ട്, ആ രാജാവ് തന്റെ സ്വന്തം പ്രാണനെ എനിക്ക് വേണ്ടി യാഗമാക്കി തീർത്തത് കൊണ്ട്, അല്ല, ആ രാജാവ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ കരേറിപ്പോയി എനിക്ക് വേണ്ടി വീണ്ടും മടങ്ങി വരുന്നത് കൊണ്ട് ഈ ഒരു വലിയ വെളിപ്പാട് ലഭിച്ച നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വെറുതെ അല്ല. ഈ ഒരു വലിയ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിലേക്ക് പകരുമ്പോൾ, ഹൃദയത്തിലേക്ക് നിറഞ്ഞു വരുമ്പോൾ നാമും ഈ കോരഹുപുത്രന്മാരോട് കൂടെ പറയണം, എന്റെ ഹൃദയം ശുഭവചനത്താൽ നിറയുന്നു. എന്ത് കണ്ടിട്ടാണ്? നമ്മുടെ അനുഗ്രഹങ്ങൾ കണ്ടിട്ടാണോ? നമ്മുടെ വസ്തുവകകൾ കണ്ടിട്ടാണോ? ഈ ശൂന്യമായി പോകുന്ന നമ്മുടെ ആരോഗ്യം കണ്ടിട്ടാണോ? ഒന്നുമല്ല, അതൊന്നും കണ്ടിട്ടല്ല. എന്റെ യേശു കർത്താവിനെ കണ്ടിട്ട് നാം പറയണം, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. അപ്പോൾ ഇവിടെ കോരഹുപുത്രന്മാർ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആ വലിയ വെളിപ്പാട് ലഭിക്കുമ്പോൾ പറയുകയാണ്, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് പറഞ്ഞ് ആ ഒരു ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ യേശു കർത്താവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇനി നാം വായിച്ച ആ വാക്യം 6-ലും 7-ലും പറയുന്നത് യേശു കർത്താവിനെ ഒരു രാജാവായിട്ട് അവിടെ ചിത്രീകരിക്കുകയാണ്. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. അപ്പൊ യേശു കർത്താവിനെ ഇവിടെ ആ ഒരു രാജാവായി, അല്ലെങ്കിൽ ഒരു രാജാവായി ഇവിടെ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ള നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു എന്ന്. നാം വചനം നോക്കുമ്പോൾ യേശു കർത്താവിനെ ആ ഒരു രാജാവ് അല്ലെങ്കിൽ രാജാവായി പറയുന്ന അനേക ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. യേശു കർത്താവിനെ ആ ക്രൂശിക്കുമ്പോൾ ആ ഒരു ക്രൂശിൽ അവിടെ എഴുതി അങ്ങനെ ഒരു ബോർഡ് വെച്ചിരുന്നത് യഹൂദന്മാരുടെ രാജാവ് എന്നാണ്. യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പറഞ്ഞ് അവിടുത്തെ പരിഹസിച്ചവരുമുണ്ട്. അപ്പോൾ യേശു കർത്താവ് രാജാവാണെന്ന് നമുക്കറിയാം. ഇനി യേശു കർത്താവ് ആരുടെ രാജാവാണ് നാം മനസ്സിലാക്കണം. അതിനായി ദാനിയേലിന്റെ പുസ്തകം അതിന്റെ 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കാം. ദാനിയേൽ 7-ന്റെ 13-14. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്ന് അവർ അവനെ അവന്റെ മുൻപിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. ആമേൻ. അപ്പൊ ഇവിടെ ദാനിയേൽ പ്രവാചകൻ ആ ഒരു ദർശനം കാണുകയാണ്. അതാണ് രാത്രി ദർശനങ്ങൾ, ഒരു ദർശനം കാണുകയാണ്. ഇവിടെ എന്താണ് ദാനിയേൽ പ്രവാചകൻ കാണുന്ന ഒരു ദർശനം? ഇവിടെ കാണുന്നു വയോധികന്റെ അടുക്കൽ ചെന്നു. അവിടെ വയോധികൻ എന്ന് പറയുന്നത് മുൻഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, പിതാവായ ദൈവത്തെ കുറിച്ചാണ് ആ വയോധികൻ എന്ന് പറയുന്നത്. ഇനി അവിടെ കാണുന്നു,
ഒരുത്തൻ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടുകൂടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുൻപിൽ അടുത്തു വരുമാറാക്കി. ഇവിടെ യേശു കർത്താവിനെ കുറിച്ച് ദാനിയേൽ കാണുന്ന ഒരു ദർശനമാണ് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നത്. അടുത്ത വാക്യം, സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും നൽകി. അപ്പോൾ നമ്മുടെ യേശു കർത്താവ് രാജാവാണ്. അവിടുന്ന് ആരുടെ രാജാവാണ്? അവിടെ എഴുതിയിരിക്കുന്നു, സകല ജാതികളും സകല വംശങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന്. നാം ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ കൈവച്ച് പറയാൻ കഴിയും യേശു കർത്താവ് നമ്മുടെ രാജാവാണെന്ന്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നു, യേശു കർത്താവ് നമ്മുടെ മാത്രം രാജാവല്ല, സകല വംശങ്ങളും സകല ജാതികളും സകല ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ സകലരുടെയും രാജാവാണ്. ഈ ഭൂമിയിൽ അനേക അധികാരികളുണ്ട്. പക്ഷെ ആ അധികാരികളുടെ ഒക്കെ രാജാവാണ് നാം സേവിക്കുന്ന നമ്മുടെ സർവശക്തനായ കർത്താവ് എന്ന് പറയുന്നത്. സകല വംശങ്ങളുടെയും രാജാവ്, സകല അധികാരികളുടെയും രാജാവ്, സകല ഭാഷക്കാരുടെയും രാജാവ്, അവിടുന്ന് സകലർക്കും രാജാവാണ്. ഫിലിപ്പി ലേഖനത്തിൽ നമുക്ക് കാണുന്നുണ്ട്, സകല മുഴങ്കാലും അവിടുത്തെ മുൻപിൽ മടങ്ങും. അങ്ങനെ മടങ്ങാത്ത ഒരു മുഴങ്കാലും ഇല്ല. ഇന്ന് അവിടുത്തെ തള്ളി പറയുന്നവരുടെ മുഴങ്കാലം അവിടുത്തെ സന്നിധിയിൽ മടങ്ങും. സകലരുടെയും രാജാവിനെയാണ് നാം സേവിക്കുന്നത്. ഒരു പക്ഷെ ഇവിടെയുള്ള അധികാരികളുടെ നിന്ന് പലപ്പോഴും പല നിരാശകളും പരിഹാസങ്ങളും നമുക്ക് ലഭിച്ചെന്ന് വന്നേക്കാം. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത്, അവരെ നിർമ്മിച്ച, അവരുടെ മൂക്കിൽ ശ്വാസം ഊതിക്കൊടുത്ത ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്, ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് ആരുടെ രാജാവാണെന്ന് ചോദിച്ചാൽ, സകല വംശങ്ങളും സകല ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വം കൊടുത്തു, രാജ്യത്വം ലഭിച്ചു. ഇനി ആ രാജ്യത്വത്തിന്റെ പ്രത്യേകത എന്താണ്? അടുത്ത ഭാഗത്തിൽ പറയുന്നു, അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. നിത്യമായ ഒരു ആധിപത്യം, നശിച്ചു പോകാത്തത്. ഈ ഭൂമിയിൽ ആരൊക്കെ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതൊക്കെ ഒരു ലിമിറ്റഡ് കാലത്തിലേക്ക് മാത്രമാണ്. അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. എന്നും ആർക്കും ഒരുപോലെ ആ ഒരു അധികാരം വെച്ച് ജീവിക്കുവാൻ, നിത്യമായി ജീവിക്കുവാൻ കഴിയത്തില്ല. പക്ഷെ നാം ഒന്ന് ഓർക്കണം, നാം വിളിച്ചപേക്ഷിക്കുന്ന നമ്മുടെ കർത്താവ് അവിടുന്ന് ഇന്നലെയും ആധിപത്യമുള്ളവനാണ്, ഇന്നും ആധിപത്യമുള്ളവനാണ്, നാളെയും അവൻ സർവശക്തനാണ്, സർവത്തിനും അധികാരിയാണ്. പ്രിയ പൈതൽ പാടിയതുപോലെ, അനേകർ ഇന്നലെ മിന്നി അവർ പട്ടുപോയപ്പോൾ നമ്മുടെ യേശു കർത്താവ് ഇന്നും രാജാവായി. ഇന്നലെ മിന്നി അനേകർ അവർ നശിച്ചു പോയപ്പോൾ, അവർ ആ മരണത്തിലേക്ക് പോയപ്പോൾ, അവരുടെ അധികാരങ്ങൾ മാറി ചിന്നി ചിതറി പോയപ്പോൾ, നാം സേവിക്കുന്നവനായ നമ്മുടെ കർത്താവ് അവിടുന്ന് സർവശക്തനാണ്, എന്നേക്കും ജീവിക്കുന്നവനാണ്, അവിടുന്ന് അധികാരിയായ കർത്താവാണ്. അവിടുത്തെ ആധിപത്യം ഒരിക്കലും നിലച്ചു പോകാത്ത, ഒരിക്കലും നശിച്ചു പോകാത്ത നിത്യമായ ആധിപത്യമാണ്. ആ രാജാവിന്റെ അല്ലെങ്കിൽ ആ രാജാവിനെ സേവിക്കുന്നവരാണെന്ന്, ആ രാജാവിനെ സേവിക്കുന്നവരെന്ന് പറയുന്നതിനേക്കാൾ ഒരു പ്രൊമോഷനും കൂടെ നമുക്ക് ലഭിച്ചു. നാം അവിടുത്തെ അവകാശികളാണ്, നാം അവിടുത്തെ മക്കളാണ്. നാം ഒന്ന് ഓർത്തു നോക്കുകയും പലവിധ ഭാരങ്ങളുമായിട്ട് നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നാം നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നമ്മുടെ ഭാരത്തെക്കാളും നമ്മുടെ പ്രയാസത്തെക്കാളും ഒക്കെ അല്ലെങ്കിൽ അതൊക്കെ മാറ്റാൻ കഴിയുന്ന ഒരു അത്യുന്നതനായ കർത്താവ്, ഒരു രാജാവാണ്. ഒരു രാജാവിന്റെ അടുക്കൽ വന്ന് പല പ്രജകളും അവരുടെ പ്രശ്നങ്ങൾ അറിയിക്കുമ്പോൾ ആ രാജാവിന് അത് നടത്തി കൊടുക്കുവാനോ നടത്തി കൊടുക്കാതിരിക്കുവാനോ അങ്ങനെ അതിനൊരു പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷെ നാം ഓർക്കേണ്ട, നമ്മുടെ ഒരു വിഷയമായി നാം രാജാവിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ കേവലം ഒരു ദാസനെയോ ദാസിയെ പോലെ അല്ല നമ്മെ കാണുന്നത്, മറിച്ച് ഒരു മകളെ പോലെയാണ് നമ്മെ കാണുന്നത്. ആ മകളെ അവകാശിയാക്കിയാണ് നമ്മെ ചേർത്ത് നിർത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ വരുമ്പോൾ നാം വിഷമിച്ച് ഉറക്ക കരഞ്ഞ് നാം ആ ഒരു പ്രയാസത്തിന്റെ നടുവിൽ ഒന്ന് നിരാശപ്പെട്ട ആ ഏലിയാവിനെ പോലെ മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നാം നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പിന്നെയും ഉയർത്തെഴുന്നേൽക്കുവാൻ, നമുക്ക് പിന്നെയും ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട്. അവിടുന്നാണ് നമ്മുടെ ആശ്രയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നു, യേശു കർത്താവ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് മാത്രമല്ല അവിടുന്ന് രാജാവാണെന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. ആരുടെ രാജാവ്? സകലരുടെയും രാജാവ്, സകല വംശങ്ങളുടെയും രാജാവ്, സകലരുടെയും രാജാവ് എന്ന് മാത്രമല്ല ഈ രാജാവിനെ സകലരും ആരാധിക്കുവാനും അവിടുന്ന് യോഗ്യനാണ്. യേശു ക്രിസ്തുവിന് ആരാധനയ്ക്ക് അല്ലെങ്കിൽ യേശു
യേശുക്രിസ്തുവിനെ ആരാധിക്കരുതെന്ന് പഠിപ്പിക്കുന്ന അനേകരുണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്ന പല മതങ്ങളുമുണ്ട് യേശുക്രിസ്തുവിനെ ആരാധിക്കരുത്. പക്ഷെ യേശു കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. എന്താണ് അതിന്റെ തെളിവ്? വെളിപ്പാടിന്റെ പുസ്തകം അതിന്റെ 5-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ കാണുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെ ചുറ്റിലും ഏറെ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 1000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ എന്തിനാണ്? സകല സ്തോത്രവും സകല പുകഴ്ചയും സകല ബഹുമാനവും സകലം സ്വീകരിപ്പാൻ യോഗ്യനായ ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. നമുക്ക് ആ ഒരു വചനം പഠിക്കുമ്പോൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സുവിശേഷത്തിൽ യേശു കർത്താവിനെ ശിഷ്യന്മാർ ആരാധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ആ ഒരു മത്തായി സുവിശേഷം 28-ാം അധ്യായം യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവിടെ ആ ഒരു അവസാന ആ ടൈമിൽ കർത്താവിനെ കാണുമ്പോൾ ശിഷ്യന്മാർ നമസ്കരിച്ചതായി നമുക്ക് വചനത്തിൽ കാണാൻ കഴിയും. അത് മലയാളത്തിൽ നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് they bowed down and worshipped him എന്ന് വെച്ചാൽ അവര് നമസ്കരിച്ച് അവനെ ആരാധിച്ചു എന്നാണ്. ഒരു വ്യക്തി നമ്മളോട് വന്ന് യേശു കർത്താവിനെ ആരാധിക്കണം എന്ന് വചനത്തിൽ എവിടെ പറയുന്നു എന്ന് നമ്മോട് ചോദിച്ചാൽ ഈ ഒരു വചനം പിടിച്ച് ഉറപ്പോടെ പറയണം, യേശു കർത്താവിനെ ആരാധനയ്ക്ക് യോഗ്യനാണ്. അവിടുത്തെ ആരാധിച്ചു. 10,000 10,000 1000 ദൂതന്മാർ ആരാധിച്ചു. അവിടുത്തേക്ക് ശിഷ്യന്മാർ ആരാധിച്ചു. സകലരും അങ്ങ് ആരാധിക്കും എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ സകല മുഴങ്കാലും അവിടുത്തെ മുൻപിൽ മടങ്ങും. അപ്പോൾ യേശു കർത്താവ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. അവിടുന്ന് രാജാവാണ്. അതുപോലെ അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവാണ്. അതാണ് നാം ആദ്യം പറഞ്ഞത്. അവൻ ദൈവദൂതന്മാരെക്കാൾ വിശേഷമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. അടുത്ത ഭാഗം എന്ന് പറയുന്നത് നാം ആദ്യം വായിച്ചത് അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും. അപ്പോൾ അതാണ് അടുത്ത ഭാഗം എന്ന് പറയുന്നത്. യേശു കർത്താവ് ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ്. ദൈവത്തിന്റെ തേജസ്സിന്റെ അല്ലെങ്കിൽ മഹിമയുടെ എക്സ്പ്രഷൻ, ഒരു കംപ്ലീറ്റ് എക്സ്പ്രഷൻ, കംപ്ലീറ്റ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് യേശു കർത്താവാണ്. ദൈവത്തിന്റെ തേജസ്സിനെ പറ്റി നാം നോക്കുമ്പോൾ വചനത്തിൽ നമുക്ക് അനേക ഇടങ്ങളിൽ ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ തേജസ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 33-ാം അധ്യായത്തിൽ മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, അവിടുത്തെ ആ തേജസ് എന്നെ ഒന്ന് കാണിക്കണമേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ച് അനേക ഭാഗങ്ങളിൽ നമുക്ക് പഠിക്കാൻ കഴിയും. പക്ഷെ അതൊന്നും പറയാതെ യെഹെസ്കേലിന്റെ പുസ്തകം അതിന്റെ 43-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കാമോ? യെഹെസ്കേൽ 43:2. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ആമേൻ. അപ്പൊ ഇവിടെ പറയുന്നു ഭൂമി അവിടുത്തെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. എന്താണ് അവിടുത്തെ തേജസ്സിന്റെ പ്രത്യേകത? ഇരുട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ഇരുണ്ട അവസ്ഥയിൽ, ആ മൂടിയ അവസ്ഥയിൽ പ്രകാശം കൊണ്ടുവരാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ തേജസ് എന്ന് പറയുന്നത്. ഇരുണ്ട അവസ്ഥകളിലേക്ക്, ഇരുൾപ്പെട്ട അവസ്ഥകളിലേക്ക്, ആ ഇരുണ്ട അവസ്ഥകളിലേക്ക് അവിടുത്തെ തേജസ് ഇറങ്ങി വരുമ്പോൾ അവിടെ പ്രകാശമുള്ളതായി തീരുന്നു. നാം വചനം പഠിക്കുമ്പോൾ ദാനിയേലിന്റെ ആ ഒരു സിംഹക്കുഴിയിലേക്ക്, ആ ഇരുണ്ട സിംഹക്കുഴി, ആ പ്രകാശമില്ലാത്ത ആ സിംഹക്കുഴിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ തേജസ്, യോസേഫിന്റെ ആ കാരാഗ്രഹത്തിൽ, ഇരുണ്ട കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന് യോസേഫിന് പ്രകാശം കൊടുത്ത ദൈവത്തിന്റെ തേജസ്, പത്രോസിന്റെ ആ ഒരു ഉള്ളറയിലുള്ള ആ കാരാഗ്രഹത്തിൽ 1-ാം വാതിലും 2-ാം വാതിലും കടന്ന് ആ ഒരു പ്രകാശം എത്തിയ ദൈവത്തിന്റെ തേജസ്. ഇതൊന്നുമല്ലെങ്കിലും നാം ഇതൊന്നും ചിന്തിച്ചില്ലെങ്കിലും വചനം നാം പഠിക്കുമ്പോൾ വചനത്തിന്റെ ആദ്യം തന്നെ പറയുന്നു, പാഴും ശൂന്യമായ ആ ഒരു അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നപ്പോൾ അവിടെ ഒരു ക്രിയേഷൻ സംഭവിച്ചു. നമ്മുടെ ഇരുണ്ട അവസ്ഥകളിൽ, നമ്മുടെ ആ ഒന്നുമല്ലാത്തൊരു അവസ്ഥകളിലേക്ക് ഒരു ക്രിയേഷന്റെ അനുഭവം കൊണ്ടുവരാൻ കഴിയുന്ന ദൈവത്തിന്റെ തേജസ്. ഇരുട്ടിന്റെ അവസ്ഥകളിലേക്ക് ആ ഒരു പ്രകാശം എത്തുമ്പോൾ ഇവിടെ പറയുന്നു അവിടെ ഒരു ക്രിയേഷൻ നടന്നു. അല്ലെങ്കിൽ ആ തുടക്കത്തിൽ ആ
വേദപുസ്തകത്തിന്റെ തുടക്കത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഒരു പാഴും ശൂന്യവുമായ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നപ്പോൾ അവിടെ പ്രകാശമായി തീർന്നു. അവിടെ ഒരു ക്രിയേഷൻ സംഭവിച്ചു. ഈ ഒരു ദൈവത്തിന്റെ തേജസിന്റെ ഒരു അൾട്ടിമേറ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു പൂർണ്ണമായ ആ ഒരു പ്രഭ എന്ന് പറയുന്നത് തെളിഞ്ഞു നിൽക്കുന്നത് യേശു ക്രിസ്തുവിൽ കൂടെയാണ്. എന്താണ് പുതിയ നിയമത്തിൽ വചനം പഠിപ്പിക്കുന്നത്? യോഹന്നാൻ 1:14 ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു. യേശു ക്രിസ്തുവിന്റെ വരവിൽ കൂടെ ലോകത്തിലേക്ക് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം വന്നു. സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ഇരുട്ടിൽ കിടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. യേശു കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇരുട്ടിൽ കിടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇരുണ്ട അനുഭവം ഉണ്ടെങ്കിൽ, ഇരുട്ടിൽ നാം കിടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, സകലത്തെയും വെളിച്ചമാക്കുന്ന, സകല ലോകത്തെയും പ്രകാശിപ്പിക്കുവാൻ ശക്തിയുള്ള ആ ഒരു വെളിച്ചത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിച്ചാൽ ആ ഒരു പ്രകാശത്തിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ ചില ക്രിയേഷനുകൾ അത് സംഭവിക്കാൻ ഇടയാക്കും. നാം നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവെ എന്റെ ജീവിതത്തിൽ ഇരുട്ടിൽ കൂടെ കടന്നു പോകുന്ന പല അനുഭവങ്ങളും ഉണ്ട് അപ്പച്ച. എന്റെ ജോലി മേഖലയിലായിക്കോട്ടെ, അല്ല എന്റെ കുടുംബത്തിലായിക്കോട്ടെ, എന്റെ പഠന മേഖലയിലായിക്കോട്ടെ, ഇരുട്ടിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്ന അനേക വിഷയങ്ങളുണ്ട് കർത്താവെ. പക്ഷെ അവിടുന്ന് ഒന്ന് വന്നാൽ, ഇരുട്ടിൽ കിടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടതുപോലെ അവിടുന്ന് എന്റെ ജീവിതത്തിലേക്ക് വന്നാൽ ആ ഒരു ഇരുട്ട് മാറി അവിടെ വലിയൊരു പ്രകാശം ഉണ്ടാകുവാൻ ഇടയാകും. ഒരു പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം അത് ഭയങ്കര അനുഗ്രഹത്തിൽ കൂടെ കൊണ്ടുപോയി നമ്മെ അങ്ങ് വിശാലതയിലേക്ക് എത്തിക്കുന്നതായിരിക്കത്തില്ല ആ പ്രകാശം എന്ന് പറയുന്നത്. അവിടുത്തെ നിത്യ സമാധാനം നമ്മളിലേക്ക് തരും. ഏത് പ്രയാസത്തിന്റെ നടുവിലും ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തോട് പറ്റി നിൽക്കുവാനുള്ള ഒരു വലിയ സമാധാനം, ഏത് വിഷയത്തെയും നോക്കി ഇതിനേക്കാൾ വലുതാണ് എന്റെ ദൈവം എന്ന് പറയുവാനും കഴിയുന്ന ഒരു നിത്യമായ സമാധാനം, ഒരു നിത്യമായ ഒരു ധൈര്യം നമുക്ക് ദൈവം നൽകി തരും. ഇരുട്ടിൽ കിടന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. സകല ലോകത്തെയും പ്രകാശിപ്പിക്കുവാൻ കഴിയുന്ന ഏക വെളിച്ചം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അത് ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ ആ ഇരുട്ടിൽ കൂടെ കടന്നു പോയപ്പോൾ ആ ഇരുട്ടിന്റെ ഉള്ളറകളിലേക്ക് വന്ന ആ പ്രകാശം അത് നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയൊരു അനുഭവമായെങ്കിൽ നമ്മെ കർത്താവ് ഈ ഭൂമിയിലേക്ക് ആക്കിയിരിക്കുന്നത് നിങ്ങൾ ഭൂമിയിൽ പ്രകാശിക്കേണ്ടതിന് ആ ഒരു വിളക്കായിട്ട് നിൽക്കുവാനാണ്. നിങ്ങൾ ഭൂമിയിൽ ഒരു വെളിച്ചമായിട്ട് നിൽക്കുവാനാണ്. നാം അനുഭവിച്ച ഈ പ്രകാശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നാം പ്രാപ്ത, അല്ലെങ്കിൽ നാം അതിന് യോഗ്യരാണ്, നാം അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത്. പലരും ഈ ലോകത്ത് ഇരുട്ടിൽ ഇപ്പോഴും കിടക്കുന്നവരാണ്. അവർ വെളിച്ചം കാണേണ്ടത് നമ്മിൽ കൂടെ ആയിരിക്കണം. അവർ നമ്മിൽ കൂടെ വെളിച്ചം കാണണമെങ്കിൽ വെളിച്ചമായ സർവശക്തനായ തേജസ്സിന്റെ പ്രഭയായ ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുവാൻ നാം തയ്യാറാകണം. ഒരു പക്ഷെ നമ്മുടെ ഒരു ചെറിയ വാക്കായിരിക്കാം മറ്റുള്ളവർക്ക് അതൊരു വെളിച്ചമാകുന്നത്, മറ്റുള്ളവർക്ക് ഒരു പ്രകാശമാകുന്നത്. ആ ഒരു പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് ആ കാരാഗ്രഹത്തിലേക്ക് പോകുന്നത്, ആ ഒരു ഇരുണ്ട ഒരു അവസ്ഥകളിലേക്ക് പോകുന്ന പൗലോസും ശീലാസും പോയെങ്കിലും അവിടെ കാരാഗ്രഹ പ്രമാണിയുടെ ജീവിതത്തിൽ പൗലോസ് മുഖാന്തരം ഒരു വെളിച്ചം കണ്ടു. ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പല ഇരുട്ടിന്റെ അനുഭവങ്ങളിൽ കൂടെ നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മുടെ നിത്യ തേജസ്സായ കർത്താവിന്റെ വെളിച്ചം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു അനുഭവം നാം മറ്റുള്ളവരിലേക്കും പകരണം. അതിന് നാം കർത്താവിനെ കുറിച്ച് സംസാരിക്കണം. അതിന് നാം തയ്യാറാകുകയും അതിന് നാം ദൈവത്തോട് അതിനുള്ള ഒരു ധൈര്യവും അതിനുള്ള ഒരു കാഴ്ചപ്പാട് നാം ദൈവത്തോട് ചോദിക്കുകയും വേണം. അപ്പോൾ ഇവിടെ രണ്ടാമതായി പറയുന്നു, യേശു കർത്താവ് ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ്. നാം ആദ്യം പറഞ്ഞത് യേശു കർത്താവ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. രണ്ടാമതായി പറയുന്നു യേശു കർത്താവ് തേജസ്സിന്റെ പ്രഭയാണ്. അടുത്തതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് തത്വത്വത്തിന്റെ മുദ്രയും എന്നുള്ളതാണ്. മൂന്നാമതായി തത്വത്വത്തിന്റെ മുദ്രയും എന്ന് പറയുമ്പോൾ അവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് പെർഫെക്റ്റ് ഇംപ്രിന്റ് ആൻഡ് വെരി ഇമേജ് ഓഫ് ഗോഡ്സ് നേച്ചർ. ദൈവത്തിന്റെ അല്ലെങ്കിൽ തികഞ്ഞ മുദ്രയും ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രതിച്ഛായയും യേശു കർത്താവാണ്. കൊലോസി ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയുമെന്ന്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ നമുക്ക് അതിനെ സംബന്ധിച്ച് അനേക വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ ആ ഒരു ശക്തിയുടെ, ദൈവത്തിന്റെ ആ പൂർണ്ണതയുടെ
അവിടെ സകലത്തെയും അത് റിഫ്ലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിച്ഛായ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ കൂടെയാണ്. യോഹന്നാൻ 14 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, എന്നെ കണ്ടവർ പിതാവിനെ കണ്ടു. യോഹന്നാൻ 14:7 പറയുന്നു, നിങ്ങൾ എന്നെ അറിയുന്നുവെങ്കിൽ പിതാവിനെയും അറിയും. അതുപോലെ തന്നെ കർത്താവ് പറയുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ യേശു കർത്താവ് എന്ന് പറയുമ്പോൾ ദൈവത്തോട് സമത്വമുള്ളതാണ്. ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവമുള്ള സമത്വം മുറുകെ പിടിക്കാതെ. അപ്പോൾ യേശു കർത്താവ് എന്ന് പറയുമ്പോൾ ദൈവത്തോട് സമനായവനാണ്, ദൈവത്തോട് സമത്വമുള്ളവനാണ്. അതാണ് തത്വത്തിന്റെ മുദ്ര എന്ന് പറയുന്നത്. അടുത്തതായി നാം നോക്കുമ്പോൾ സകലത്തെയും വഹിക്കുന്നവൻ, അവിടെ പറഞ്ഞിരിക്കുന്നു സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട്. അപ്പോൾ യേശു കർത്താവ്, അടുത്ത ഭാഗം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സകലത്തെയും വഹിക്കുന്നവനാണ്. അതിലും ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് അതിന്റെ ട്രാൻസ്ലേഷനിലും അതിന്റെ വ്യാഖ്യാനത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഹി അപ്ഹോൾഡ്സ്, മെയിൻറ്റെയിൻസ്, ഗൈഡ്സ് ആൻഡ് പ്രൊപ്പൽസ് ദ യൂണിവേഴ്സ്. അതായത് ഈ ഭൂമി എന്ന് പറഞ്ഞ ഈ യൂണിവേഴ്സിനെ, ഈ സകലത്തെയും, ഈ അഖിലാണ്ടത്തെ മുഴുവനും ഉയർത്തിപ്പിടിക്കുന്നവനും പരിപാലിക്കുന്നവനും വഴി കാട്ടുന്നതും മുന്നോട്ട് നയിക്കുന്നതും യേശു കർത്താവാണ്. എത്ര അർത്ഥവത്തായ, എത്ര ആഴമേറിയ ഒരു ചിന്തയാണ്. നാം സേവിക്കുന്ന കർത്താവ് ആരാണ് പ്രിയമുള്ളവരെ? അവിടുന്ന് നമുക്ക് ആ കർത്താവിന്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കി നാം ദൈവത്തെ ആരാധിക്കണം. അവിടുത്തെ സന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ വെറും ഒരു കർത്താവിന്, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ചെവി ഉണ്ടെങ്കിലും കേൾക്കാൻ കഴിയാത്തൊരു ബിംബത്തെ ഒന്നും അല്ല നാം ആ സന്നിധിയിൽ പോയി നാം ആരാധിക്കുന്നു. ഇവിടെ പറയുന്നത് പോലെ ഈ അഖിലാണ്ടത്തെ മുഴുവനും ഉയർത്തിപ്പിടിക്കുന്നവനും, ഈ അഖിലാണ്ടത്തിന് മുഴുവനും വേണ്ടതെല്ലാം നൽകി പരിപാലിക്കുന്നവനും, ഈ അഖിലാണ്ടത്തെ മുഴുവനും വഴി കാട്ടുന്നവനും മുന്നോട്ട് നയിക്കുന്നവനും യേശു കർത്താവാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സകലത്തെയും തന്റെ ശക്തിയാൽ വഹിക്കുന്നവനെന്ന്. ഒന്നാമതായി യേശു കർത്താവ് സകലത്തെയും ഉയർത്തിപ്പിടിക്കുന്നവനാണ്. അതായത് ഈ ലോകത്തെയും, ഈ ലോകത്തിനുള്ളതിനെയും, ഈ ലോകത്തിലെ ക്രിയേഷനെയും, ഈ ലോകത്തിൽ നാം അത്ഭുതം എന്ന് കാണുന്ന എന്തുമായിക്കോട്ടെ, ആ സകലത്തെയും ഉയർത്തിപ്പിടിക്കുന്നത് യേശു കർത്താവാണ്. അത് നാം ആ ഒരു തലത്തിലേക്ക് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിലെ നാം നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുവാൻ കഴിയുന്നെങ്കിൽ അത് യേശു കർത്താവ് നമ്മെ ഉയർത്തിയത് കൊണ്ടാണ്. നിന്ദിക്കപ്പെട്ടു പോകേണ്ടുന്ന സ്ഥാനത്ത് നാം നിന്ദിക്കപ്പെട്ടു പോകാതെ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മുഖാന്തരമാണ്. കാനാവിലെ ആ കല്യാണ വീട്ടിൽ നമുക്കറിയാം, അവിടെ ആ ഒരു കുടുംബം ആ ഒരു വീഞ്ഞ് അവർക്ക് അല്ലെങ്കിൽ അത് മതിയാകാതെ അവർ ലജ്ജിച്ചു പോകേണ്ട, തല കുനിഞ്ഞിരിക്കേണ്ട ആ അവസ്ഥയിൽ അവരുടെ തലയെ ഉയർത്തിയത്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഉയർന്നു നിൽക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തു ആ ഭവനത്തിൽ വന്നതുകൊണ്ടാണ്. നാം കഴിഞ്ഞ കാലങ്ങൾ നാം ചിന്തിച്ചാൽ ഇത്ര അയോഗ്യൻ, നാം ഒന്നും പറയാൻ, ഒരു യോഗ്യതയും പറയാനില്ലാത്ത നമ്മെ, ഒരു പുഴുവായ, ഒരു പൊട്ടിയെ പോലെ ഇരിക്കുന്ന എന്നെയും നമ്മൾ ഓരോരുത്തരൊക്കെ നമുക്കിങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു കാരണത്താലുമല്ല, യേശു കർത്താവ് നമ്മോട് കരുണ കാണിച്ചത് കൊണ്ടാണ്. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് വന്നത് കൊണ്ടാണ് നാം ഓരോരുത്തരും ഇങ്ങനെ നമുക്ക് ഉയർന്നു നിൽക്കുക, അല്ലെങ്കിൽ നമുക്കൊന്ന് തല നിവർത്തി നമുക്ക് നടക്കുവാൻ കഴിയുന്നത് ദൈവം നമുക്ക് നൽകി തന്ന മാന്യതയാണ്. രണ്ടാമതായി പറയുന്നു, അവിടുന്ന് പരിപാലിക്കുന്നവനാണ്. യേശു കർത്താവ് സകലത്തെയും പരിപാലിക്കുന്നവനാണ്. അതായത് വേണ്ടതെല്ലാം നൽകുന്നവൻ, ഈ ഭൂമിക്ക് ആവശ്യമായ മഞ്ഞും മഴയും എല്ലാം കൊടുക്കുന്നവൻ, ഈ ഭൂമിക്ക് മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം കൊടുക്കുന്നവൻ, ഈ സകലത്തെ നിർമ്മിച്ചവന് അതിന് സകലത്തിനും കൊടുക്കുവാനും അവന് മതിയായവനാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ നെസസിറ്റീസും കർത്താവ് അറിയുന്നുമുണ്ട്, അത് ദൈവം അന്നെന്നുള്ളത് നമുക്ക് നൽകി തരികയും ചെയ്യും. നാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കുറവുകൾ, നമുക്ക് പൈസയുടെ ആയിക്കോട്ടെ, അല്ല നമുക്ക് ജോലി, എന്ത് വിഷയം, നമ്മുടെ ജീവിതത്തിൽ പല കുറവുകൾ നമുക്ക് ഉണ്ടാകുമ്പോൾ നാം ഓർക്കേണ്ടത്, മനുഷ്യന് മൂക്കിൽ ശ്വാസം ഊതി കൊടുത്താലേ അവന് ജീവൻ വരത്തുള്ളെന്ന് അറിയാവുന്ന ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് കുറവെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ആ കുറവിനെ അവിടുന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. ആ കുറവിനെ അവിടുന്ന് നിറയ്ക്കുവാനും അതിനെ മാറ്റി നമ്മുടെ ഒരു നിറവിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും യേശു കർത്താവിന് കഴിയും. ഫിലിപ്പിയർ 4:19 പറയുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോണം ക്രിസ്തയേശുവിൽ തീർത്തു തരും. അപ്പോൾ നമ്മുടെ സകല ബുദ്ധിമുട്ടുകളും യേശു കർത്താവിന് മാറ്റുവാൻ, അത് തീർത്തു തരുവാനും നമ്മെ ആ ഒരു വിശാലതയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ദൈവത്തിന് കഴിയും. പക്ഷെ നാം പല കുറവുകൾ, പല പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അതോർത്ത് നാം ഇങ്ങനെ ഭാരപ്പെട്ട്, അതോർത്ത് നാം ഇങ്ങനെ വിഷമിച്ച്, നമ്മുടെ ജീവിതം മുഴുവൻ നാം അതോർത്ത് ഇങ്ങനെ കരഞ്ഞ് നാം ഇരിക്കേണ്ട അവസ്ഥയില്ല. മീഖാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, നീ ഇപ്പോൾ
ഇത്ര ഉറക്കം നിലവിളിക്കുന്നത് എന്ത്? നിന്റെ അകത്ത് രാജാവില്ലയോ? നിന്റെ മന്ത്രി നശിച്ചു പോയോ? നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ നാം ഇങ്ങനെ ഒത്തിരി ഉറക്കം നിലവിളിച്ച് നാം ഇങ്ങനെ കരഞ്ഞ് ല്ല നാം നമ്മുടെ കർത്താവിനെ നോക്കുക. നമ്മുടെ കർത്താവ് ഈ ഭൂമിക്ക് മഞ്ഞു മഴ നൽകുന്നവനാണെങ്കിൽ, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് പോലും അതിന്റെ ആഹാരം കൊടുക്കുന്നവനാണെങ്കിൽ, നമ്മൾ എത്ര ചിന്തിക്കും ആ പോകുന്ന കാക്ക കുഞ്ഞിന് ആരായിരിക്കും? നമ്മളൊക്കെ എന്തെങ്കിലും ചിന്തിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കും? പക്ഷെ എന്റെ കർത്താവ് ആ ഒരു കാക്ക കുഞ്ഞിനോട് പോലും കർത്താവിന് കരുണയുണ്ടെങ്കിൽ, അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ നമ്മോട് ദൈവം എത്ര അധികം കരുണ കാണിക്കും, എത്ര അധികം നമുക്ക് വേണ്ടി അവിടുന്ന് കരുതൽ കാണിക്കും. അപ്പോൾ നാം ഇങ്ങനെ ഭാരപ്പെട്ട് നിൽക്കേണ്ട, നമുക്ക് വേണ്ടി കരുതുന്നവനെയാണ് നാം സേവിക്കുന്നത്. അടുത്തതായി പറയുന്നു, അവിടുന്ന് വഴി കാട്ടുന്നവനായ കർത്താവാണ്, നമുക്ക് വഴി ഒരുക്കി തരുന്നവനായ കർത്താവാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി, നാം താന്താന്റെ വഴിക്ക് തിരിഞ്ഞവരായിരുന്നു. പക്ഷെ ആ താന്താന്റെ വഴിക്ക് തിരിഞ്ഞവരായ നമ്മെ അവിടുന്ന് വഴി കാട്ടി ഈ ഒരു ക്രൂശിന്റെ അനുഭവത്തിലേക്ക്, ആ ഒരു ക്രൂശിലേക്ക് നമ്മെ വഴി കാട്ടി നമ്മെ സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നെങ്കിൽ അത് കർത്താവ് നമ്മെ വഴി കാട്ടുന്നതും അല്ലെങ്കിൽ കാട്ടി കർത്താവ് നമുക്ക് തരുന്നത് കൊണ്ടാണ്. ഈ വചനത്തിൽ പറയുന്ന വഴി ഇതാകുന്നു, ഇതിലേ പോകുവീനെന്ന്. നാം വഴി മുടങ്ങി നാം നിൽക്കുമ്പോൾ നാം കർത്താവിനോട് പറയണം, കർത്താവ് എന്താണ് എന്റെ വഴി? അത് ദൈവം എന്നെ കാണിച്ചു തരണമേ. ആ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ദൈവത്തിന്റെ വഴി സമുദ്രത്തിലും അവന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു. അവന്റെ കാൽച്ചുവടുകളെ നാം അറിയാതെയും വരുന്നു. ഒരു പക്ഷെ എന്താണ് വഴിയെന്ന് നമുക്കറിയത്തില്ലായിരിക്കും, പക്ഷെ ദൈവത്തിനറിയാം. അവിടുന്ന് ഭാവിയും കൂടെ കണ്ടിട്ടാണ് നമുക്ക് വേണ്ടി കരുതുന്നവൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വഴി അടയപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, വഴി തുറക്കുന്നവനായ അല്ലെങ്കിൽ വഴി കാട്ടിത്തരുന്നവനായ ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അടുത്തതായി പറയുന്നു, മുന്നോട്ട് നയിക്കുന്നവൻ. അവിടുന്ന് മുന്നോട്ട് ആകുന്നവനാണ്. നാം വഴിയിൽ പട്ടുപോകാതെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നിലച്ചു പോകാതെ നിന്നു പോകാതെ, പക്ഷേ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുന്നത് പോലെ അവിടെ നിന്നു പോയേനെ. പക്ഷെ നമ്മെ മുന്നോട്ട് വിടുന്നത് കർത്താവിന്റെ ഒരു സ്നേഹമാണ്. ആ സാരാഭാത്തിലെ വിധവയെ നോക്കിയാൽ വിധവയുടെ ജീവിതം അവിടെ നിന്നു പോകുവാൻ, അല്ലെങ്കിൽ അവിടെ ആ വിധവയുടെ തന്നെ മകന്റെയും ജീവിതം അവിടെ നിന്നു പോകേണ്ടതായിരുന്നു. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ സാരാഭാത്തിലെ വിധവയ്ക്ക് അല്ലെങ്കിൽ വിധവയോട് കർത്താവിന് കരുണ തോന്നിയെങ്കിൽ നമ്മുടെ ജീവിതവും നിന്നു പോകാതെ, ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോകാതെ, ലിമിറ്റഡ് ആയി പോകാതെ അത് മുന്നോട്ട് നയിക്കുവാൻ നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ അവിടുന്ന് സർവശക്തനാണ്. അപ്പോൾ നാം കേട്ടതുപോലെ നമ്മുടെ കർത്താവ് സകലവും ഉയർത്തിപ്പിടിക്കുന്നവനാണ്, സകലവും പരിപാലിക്കുന്നവനാണ്, സകലർക്കും വഴി കാട്ടുന്നവനാണ്, മുന്നോട്ട് നയിക്കുന്നവനാണ്. അടുത്തതായി ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നത്, പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തു ഭാഗത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ യേശു കർത്താവ് മഹിമയുടെ വലത്തു ഭാഗത്തിരിക്കുന്നവനാണ് കർത്താവ്. നാം വചനം നോക്കുമ്പോൾ മത്തായി സുവിശേഷം അതിന്റെ 26-ാം അധ്യായം 64-ാം വാക്യത്തിൽ പറയുന്നു, യേശു അവനോട് 63 മുതൽ വായിക്കാം. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ നമുക്ക് ഏവർക്കും പരിചയമുള്ളതാണ്, യേശു കർത്താവ് ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നവനാണ്. സ്തേഫാനോസ് ആ മരണത്തിലേക്ക് നീങ്ങുമ്പോൾ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ ആ കാഴ്ച കാണുന്നു. പ്രിയമുള്ളവരെ, നാം എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ നേടി ദൈവം ചില അനുഗ്രഹങ്ങളൊക്കെ നൽകി ആ അനുഗ്രഹത്തിന്റെ പുറകെ പോകാനാണോ? അല്ല. നാം ആ ഒരു അവസാനത്തിലേക്ക് എത്തുമ്പോൾ, അല്ല, നാം യേശു കർത്താവ് ആ സ്വർഗത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ആ ഒരു വലിയ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശു കർത്താവിനെ കാണുവാൻ, ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നവനെ കാണുവാൻ, ആ ഒരു പൊന്മുഖം കാണുവാൻ, ആ ഒരു പൊന്മുഖം മുത്തുവാൻ, അവിടുത്തെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുവാൻ, അവിടുത്തെ ആ കാലുകൾ പിടിക്കുവാൻ, നമ്മുടെ ആ ഒരു ഹൃദയം അവിടുത്തോട് പങ്കിടുവാൻ, നമുക്ക് അത്ര വലിയൊരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ ഭൂമിയിൽ പല നന്മകളും നൽകി ആ ഒരു നന്മകളുടെ പുറകെ പോയി നമ്മുടെ ലക്ഷ്യം നാം
തെറ്റിപ്പോകരുത്. ആ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നവനെ കാണുവാനുള്ള ആ ഒരു സ്തേഫാനോസ് കണ്ട ആ മഹിമ അനേക അപ്പോസ്തലന്മാർ കണ്ട, അനേക പ്രവാചകന്മാർ കണ്ട, നമ്മുടെ പിതാക്കന്മാർ കണ്ട, അവിടുത്തെ വിശുദ്ധന്മാരായി നിന്നവർ കണ്ട നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ മഹിമയുടെ വലതു ഭാഗത്തുള്ളവനെ കാണുവാനാണ്. ഇപ്പോൾ നാം അവനെ കാണുന്നില്ല, കാണാതെ നാം അവനെ സേവിക്കുന്നു. പക്ഷെ ഒരു നാൾ നാം അവനെ കാണും. അവിടുന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. അപ്പോൾ നാം അവിടുത്തെ കണ്ട് അവിടുത്തെ മുഖം ദർശിച്ച് ആ അപ്പന്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയം നമുക്ക് പകരുവാൻ, ആ അപ്പന്റെ മാറോട് നമ്മുടെ തല ചാഞ്ഞു കിടക്കുവാൻ, ആ ഒരു വലിയ അനുഭവം, ആ ഒരു വലിയ ഭാഗ്യം മറന്നു പോകാതെ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാകണം. അപ്പോൾ ഈ എബ്രായ ലേഖനത്തിൽ ഈ 3-4 വാക്യത്തിൽ പ്രധാനമായും നമ്മൾ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമതായി യേശു കർത്താവ് ദൈവത്തിന്റെ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. അവിടുന്ന് രാജാതിരാജാവാണ്. രണ്ടാമതായി നാം പറഞ്ഞത് യേശു കർത്താവ് ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ്. ഇരുട്ടിൽ നിന്ന് ജനം വലിയൊരു വെളിച്ചം കണ്ടു. ദൈവത്തിന്റെ ഒരു വലിയ തേജസ്സിന്റെ പ്രഭ എന്ന് പറയുന്നത് യേശു കർത്താവാണ്. യേശു കർത്താവിൽ കൂടെയാണ് ആ വെളിച്ചം വരുന്നത്. മൂന്നാമതായി നാം പറഞ്ഞു, തത്വത്തിന്റെ മുദ്രയാണ് യേശു കർത്താവ് എന്ന് പറയുന്നത്. ദൈവത്തോട് സമനാണ് യേശു കർത്താവ്. നാലാമതായി നാം പറഞ്ഞു, സകലത്തെയും വഹിക്കുന്നവനാണ്. സകലത്തെയും വഹിക്കുന്നവൻ എന്ന് പറയുമ്പോൾ സകലത്തെയും ഉയർത്തിപ്പിടിക്കുന്നവൻ, സകലർക്കും വേണ്ടി പരിപാലിക്കുന്നവൻ, സകലരെയും വഴികാട്ടുന്നവൻ, സകലരെയും മുന്നോട്ട് നയിക്കുവാൻ യോഗ്യനായ ദൈവമാണ്, കർത്താവാണ്. അത് അവസാനമായി നമ്മൾ പറഞ്ഞു, അവിടുന്ന് മഹിമയുടെ വലത്തു ഭാഗത്തിരിക്കുന്നവനാണ്. എത്ര ശ്രേഷ്ഠനായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാതെ, അവന് വേണ്ട മഹത്വം കൊടുക്കാതെ നമ്മൾ ആർത്തില്ലെങ്കിൽ കല്ലുകൾ അവനെ ആർക്കും. ഇത്ര ശ്രേഷ്ഠനായ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭാഗ്യമല്ല, നാം ആരാധിക്കും നമ്മുടെ ഭാഗ്യമാണ് ഇത്ര ശ്രേഷ്ഠനായ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. അത് നമുക്ക് ലഭിച്ചൊരു വലിയ പദവിയാണ്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാനല്ല, ആ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നാം തയ്യാറുള്ളവരാകണം. ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ മനസ്സ് നാം ദൈവത്തിന് വേണ്ടി കൊടുക്കണം. മറ്റുള്ള കാര്യങ്ങൾ നാം ചിന്തിച്ചിരിക്കാതെ ഇത്ര ശ്രേഷ്ഠനായ മഹത്വമുള്ളവനായ കർത്താവിനെ നാം ആരാധിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് നാം കേട്ടതുപോലെ നാം ആരായിരുന്നു? നാം ജഡമായിരുന്നു. നാം മറ്റുള്ളവരെ പോലെ നിത്യതയില്ലാതെ നിത്യമരണത്തിലേക്ക് പോകേണ്ടവരായിരുന്നു. എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന 75 സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനെ പോലുമായിരുന്നു, ഞാൻ നിന്റെ മുൻപിൽ ഒരു മൃഗം പോലെയായിരുന്നു, എങ്കിലും കരുണയുള്ളവനായ കർത്താവ് അവിടുത്തെ കരം നമ്മളിലേക്ക് നീട്ടി. അവിടുന്ന് നമ്മൾക്ക് ആ കരം നീട്ടിയത് കൊണ്ട് അവിടുന്ന് നമ്മുടെ ആശ്രയമായി തീർന്നു. സ്വർഗത്തിൽ ചെന്ന എനിക്ക് ദൈവം അല്ലാതെ ആരുമില്ല, ഭൂമിയിൽ നിന്നെ അല്ലാതെ ആശ്രയിപ്പാൻ എനിക്ക് ഒന്നുമില്ല. ഇപ്പോഴും അവിടുത്തെ കരം എന്നോട് പിടിച്ചിരിക്കുന്നു. നമ്മളൊരു പൊട്ടനെ പോലെ, ഒന്നും അറിയാത്തവനെ പോലെ, ആ ലോകത്തിന് അടിമപ്പെട്ട് ഒന്നുമല്ലാത്തവരെ പോലെ, ഒരു പുഴുവിനെ പോലെ കിടന്ന നമ്മളെ, ഒരു യോഗ്യതയും ഇല്ലാത്ത ആ സ്ഥാനത്ത് നിന്ന് ദൈവം തിരഞ്ഞെടുത്ത് അവിടുത്തെ വലം കൈ പിടിച്ച് നമ്മെ തിരഞ്ഞെടുത്തെങ്കിൽ നമ്മെ ആരാക്കി തീർത്തു? ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു, അല്ല ദൈവത്തിന്റെ അവകാശികളാക്കി തീർത്തു. ആ ഒരു തേജസ്സിൽ, ആ ഒരു സ്വർഗരാജ്യത്തിൽ നമ്മെ അവകാശികളാക്കി വെച്ചു. ആ ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു കർത്താവിനെ ഒരിക്കലും പിരിയാതെ, ഈ ഒരു കർത്താവിന്റെ സ്നേഹത്തെ വിട്ട് ഒരിക്കലും പോകാതെ, സകലരെയും പരിപാലിക്കുന്ന, സകലവും നൽകി കൊടുക്കുന്ന ഈ ഒരു കർത്താവിനെ ചാഞ്ഞ്, അല്ലെങ്കിൽ ഈ ഒരു കർത്താവിനെ ആശ്രയിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകാലം എനിക്ക് ഇത്തരത്തിലൊരു അവസരം നൽകി തന്ന സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ള ഈ ഒരു ഫെലോഷിപ്പിനോടും ലാലി ആന്റിയോടും സൂസൻ ആന്റിയോടുമുള്ള നന്ദി ഞാൻ അറിയിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നന്ദിയാൽ ഓരോരുത്തരുടെയും ഹൃദയം നിറയുന്നു. എല്ലാ മാതാക്കൾ